ഫുട്ബോൾ എന്നതൊരു കായിക വിനോദം എന്നതിനപ്പുറത്തേക്ക് മാനവികതയുടെ പ്രതിരൂപമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഫുട്ബോൾ ക്ലബ്ബുകളുടെയും താരങ്ങളുടെയും അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ കൈയടിക്കാറുമുണ്ട്. സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസ് ആരാധകരുടെ അത്തരത്തിലുള്ള മനോഹരമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓരോ വർഷത്തിലെയും അവസാന ഹോം മത്സരത്തിനായി വിയാമെറിൻ സ്റ്റേഡിയത്തിലേക്ക് എത്തിയാൽ ഒരു കാഴ്ച കാണാം. ഹാഫ് ടൈമിൽ 10,000-കണക്കിന് പാവകൾ ഗാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നു. പോക്കിമോൺ, ടെഡ്ഡി ബിയർ, അങ്ങനെ പാവക്കുട്ടികളെ നിറഞ്ഞൊരു സ്റ്റേഡിയം. എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ അത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ കാരണമാണ് ഇതിന് കൂടുതൽ മനോഹരമാക്കുന്നത്. റയൽ ബെറ്റിസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. എല്ലാ വർഷവും അവസാനത്തെ ഹോം മത്സരത്തിൽ 10,000-കണക്കിന് പാവകളെ കൊണ്ടുവന്ന് സ്റ്റേഡിയത്തിലേക്ക് എറിയുന്നു. സന്നദ്ധ പ്രവർത്തകരും സ്റ്റേഡിയം ജീവനക്കാരും ചേർന്ന് ഇവയെല്ലാം ശേഖരിക്കും. ശേഷം റയൽ ബെറ്റിസ് ഫൗണ്ടേഷൻ വഴി സെവിയയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനമായി ഈ പാവക്കുട്ടികളെ നൽകും. ക്രിസ്മസിന് ഒരു കുട്ടിക്ക് പോലും സമ്മാനം ലഭിക്കാതെ പോവരുതെന്നുള്ള ആശയത്തിന്മേലാണ് 2018 ലാ പെലുചാഡ അഥവാ സ്റ്റഫ് ചെയ്ത പാവകളുടെ മഴ എന്ന പേരിൽ ഈ ചാരിറ്റബിൾ സംരംഭം ആരംഭിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ ഐസ് ഹോക്കി മത്സരങ്ങളിലാണ് ഈ ആചാരത്തിന്റെ ഉത്ഭവം. അവസാനത്തെ ഹോം മത്സരത്തിന് വരുന്ന ആരാധകർ പാവക്കുട്ടികളെ കൂടി കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഹോം ടീം ആദ്യത്തെ ഗോൾ നേടിക്കഴിഞ്ഞാൽ ആരാധകർ ഐസിലേക്ക് പാവക്കുട്ടികളെ എറിയും. ശേഷം ബെറ്റിസിലെ പോലെ തന്നെ അവയെ ശേഖരിച്ച് കുട്ടികൾക്ക് നൽകും.